മതി, വെള്ളായണിയുടെ സൗന്ദര്യം ഞാൻ എല്ലാവരെയും കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ബോട്ടിങ്ങിന് വരുന്നവരും അതുപോലെ തന്നെ മീൻ പിടിക്കാൻ വരുന്നവരും സേവ് ദ ഡേറ്റിനും കാഴ്ച കാണാൻ വരുന്നവരും ഒക്കെ ഒരുപാട് ആൾക്കാർ ഡെയിലി ഇവിടെ വന്നു പോകുന്നുണ്ട്. പക്ഷേ ഈ സ്ഥലത്തിനും പറയാനുണ്ടാവില്ലേ ചില പ്രശ്നങ്ങളൊക്കെ? നാട്ടുകാർക്കും പറയാനുണ്ട് കുറച്ചധികം പരിഭവങ്ങൾ. ഒരുപാട് ആൾക്കാർ കേട്ടറിഞ്ഞ് വരുന്നുണ്ട്. അതിനനുസരിച്ച് ഇവിടെ ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് ഇവിടെ. ഇപ്പോൾ എല്ലാം തന്നെ പൂർത്തിയായെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം റോഡിൻ്റെ മോശാവസ്ഥയാണ്. ഇവിടെ എല്ലാവരും അറിഞ്ഞെത്തുന്നില്ല. ഇങ്ങനൊരു പദ്ധതികൾ കാര്യങ്ങൾ വന്നതുപോലും ഒരുപാട് പേർക്ക് അറിയത്തില്ല. ഇവിടെയുള്ള ബാക്കി ഡെവലപ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടന്നു കഴിഞ്ഞാൽ ഇതൊരു നല്ല വരുമാന മാർഗമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഉപജീവനമായിട്ട് താമരയാമ്പലും എടുക്കുന്നവരുണ്ട്. പിന്നെ ഇവിടെ ആഴം കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ കുറേ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഈ സൈഡ് മുഴുവൻ ഇപ്പോൾ ക്ലീൻ ചെയ്തു. ഇനി ഇവിടെ ആഴം കൂട്ടാൻ പോവാണ്. അപ്പം ഇതൊക്കെ തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റി വെക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. 100-ന് 101 പേരും താമര അന്വേഷിച്ചാണ് ഇവിടെ പറഞ്ഞത്. അല്ലാതെ ഇവിടെ മഹത്വം വേറെ ഒന്നുമില്ല. 200 പേരുടെ ജീവിതം അതോടെ നശിച്ചു. വലുതായിട്ടൊന്നും കിട്ടില്ല. പിന്നെ വർഷത്തിൽ ഒരിക്കലൊക്കെ പിന്നെ വെള്ളം കയറുകയോ വല്ലതൊക്കെ ചെയ്താൽ കൃഷിക്ക് പൈസ ഉണ്ട്. അല്ലാതെ വലുതായിട്ടൊന്നും ഇല്ല. എഴുതി കൊടുത്താലും കുറേ നാൾ കഴിഞ്ഞാൽ ചില സമയം കിട്ടും, ചില സമയം കിട്ടില്ല. അങ്ങനെയൊക്കെ. വെള്ളായണിയിൽ വന്നാൽ ഇങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൂടെ കാണാൻ പറ്റും. ഇവിടെ കൃഷിയൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ. കുറേ അപ്പുറം വാഴയുണ്ട്, പയറുണ്ട്, പാവയ്ക്കുണ്ട്. അതേ കപ്പ കൃഷിയാണ് ഇവിടെ പോകുന്നത്. കൃഷിക്കും കൂടെ ഒത്തിരി സാധ്യതയുള്ള ഒരു സ്ഥലം കേട്ടോ വെള്ളായണി. വെള്ളായണിയെ കുറിച്ച് പറയുമ്പോൾ കിരീടം പാലത്തെ കുറിച്ച് എങ്ങനെ പറയാതിരിക്കുമല്ലേ? ആ ഒരു ഒറ്റപ്പാട്ടും ലാലേട്ടനും ഹിറ്റാക്കിയ സ്ഥലമാണിത്. പക്ഷേ ഇവിടെ ഒരുപാട് വികസനങ്ങൾ ഇനിയും വരാനുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തെരുവുനായ പ്രശ്നം വളരെയധികം രൂക്ഷമാണെന്ന് തന്നെ പറയാം. ഇവിടെ വരുന്ന കാഴ്ചക്കാർക്ക് ഇതൊരു തടസ്സമാണ്. റോഡുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ മാറാനിരിക്കുന്നു. ഈ ബണ്ടിൻ്റെ ഇത്രയും വീതിക്കാണ് ഈ റോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ഭാഗം മാത്രം ചെറിയ ഒരു കസേര ഇട്ട് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ചെയ്തിട്ട് 2 വണ്ടി, ഇപ്പോൾ ഒരു വണ്ടിക്ക് പോകാൻ പറ്റും. ഞായറാഴ്ചകളിലാണെങ്കിൽ നഗര പ്രദേശങ്ങളിൽ നിന്ന് തന്നെ ആൾക്കാർ അത്രയും വരണത്. കാരണം അവർക്കൊരു കൗതുകമായിട്ട് ഇവിടെ വന്ന് കാറ് തിരിക്കാൻ അതുമില്ല. ഇവിടുത്തെ ഒഴിഞ്ഞു കിടക്കുന്ന വയലുകളെല്ലാം കൃഷിയോഗ്യമാക്കിക്കൊണ്ട് വരും തലമുറയ്ക്ക് ഇവിടെ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ BJPയുടെ ആശയത്തിലുണ്ട്. ഇവിടുത്തെ ദേശാടന പക്ഷികളെ പറ്റി വരും തലമുറയ്ക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ഇതുണ്ട്. ഒരുപാട് വികസനങ്ങൾ ഇവിടെ വരാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം ഒക്കെ ഒരു മാറ്റം വരും, അല്ലെങ്കിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സജികുമാറിനൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.